ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. സുഖി എന്ന് പറയും, ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുന്നത്. മോദകമെന്ന് പറയും. ഇത് രണ്ടുമേ എനിക്കറിയാവുന്ന പേരുള്ളൂ കേട്ടോ. വേറെ ഏതെങ്കിലും പേരറിയാവുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ സുഖി എന്നാണ് പറയുന്നത്. പിന്നെ ട്രിവാൻഡ്രം സൈഡിലോട്ടൊക്കെ മോദകം എന്നും. ഇപ്പം ഞാൻ ഒരു ദിവസത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു അളവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പ് പയറേ എടുത്തിട്ടുള്ളൂ, ചെറുപയർ. അത് നന്നായിട്ടൊന്ന് കഴുകി അതിനകത്ത് കല്ലോ അഴുക്കോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് അതിൻ്റെ ഇപ്പം നമ്മൾ 1/2 കപ്പാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ നല്ല തീയിൽ വെച്ചിട്ട് പിന്നെ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 4 വിസിൽ, മാക്സിമം ഒരു 5 വിസിൽ വരെ കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഉടനെ തന്നെ തുറന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് പാകത്തിന് വെള്ളമൊക്കെ വറ്റി പാകത്തിന് പയർ വെന്തിട്ടുണ്ടാവും. പയർ ഞാൻ കുതിർത്ത് വെച്ചതൊന്നുമല്ല കേട്ടോ, കഴുകി ഞാനങ്ങ് കുക്ക് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പയർ ഓവറായിട്ട് കുക്ക് ചെയ്തങ്ങ് കുഴഞ്ഞു പോകരുത്, എന്നാൽ തീരെ അങ്ങ് കല്ലിച്ചും കിടക്കരുതേ. ഇപ്പം ഞാൻ അതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 100 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ഉരുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് ശർക്കരപ്പാനി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മുറുക്കത്തിൽ പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണേ. ഇനി നമ്മുടെ സുഖിയനെ മുക്കി വറക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിലോട്ടിട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിനുള്ള പൊടിയാണ്, കുറച്ച് നേർമയായിട്ടുള്ള പൊടി. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരുപാട് അങ്ങ് കൂടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ അതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാനായിട്ട് അളന്നാ ഒഴിച്ചത്. ആദ്യം 1/4 കപ്പ് ഒഴിച്ചു, നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ, ഇച്ചിരി പോലും ആയിട്ടില്ല. വീണ്ടും ഞാൻ 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കറക്റ്റായത്. അതായത് 1/2 കപ്പ് മൈദ എടുത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, പഞ്ചസാര, അരിപ്പൊടി എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് കറക്റ്റായിട്ട് ഒഴിച്ചത് കേട്ടോ. അത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് അങ്ങ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും. നമ്മുടെ ആ സുഖിയനിൽ നല്ലൊരു കോട്ടിങ് കിട്ടത്തില്ല. കുറച്ചൊരു നല്ല കോട്ടിങ് കിട്ടുമ്പോഴാണ് ആ സുഖിയൻ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആ ശർക്കരപ്പാനിയുടെ അതിനകത്ത് കല്ലോ ചെറിയ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചൂട് ചെറുതായിട്ടൊന്ന് പോയി കഴിയുമ്പം അത് അരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അഥവാ അത് തണുത്ത് വരുമ്പോഴേക്കും അങ്ങ് കട്ടിയാകുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് 1/2 കപ്പ് തേങ്ങ അതിനകത്തോട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണേ. ഇപ്പം ദേ ഒരു ഇച്ചിരി തണുത്ത് പോയത് കൊണ്ട് കുറച്ച് കട്ടിയാണ്, പക്ഷേ ആ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും പാകത്തിനത് ലൂസായിട്ട് വരും. കാരണം ഒരുപാട് നമുക്ക് വെള്ളം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സുഖിയനെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുമ്പം തന്നെ അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ലെവലായിട്ട് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ ഇതിനകത്ത് ജീരകപ്പൊടി ചേർക്കും, ചിലർ ചുക്കുപൊടി ചേർക്കും. ഞാൻ പക്ഷേ ഏലക്കാപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. ഇപ്പം അതേ നമ്മുടെ പയറൊക്കെ കണ്ടല്ലോ, ഇച്ചിരി പോലും വെള്ളമില്ലാതെ നമ്മൾ വെള്ളം ഊറ്റി കളയേണ്ടി വരികയോ വെള്ളം വറ്റിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കറക്റ്റ് അളവായിരുന്നു വെള്ളത്തിൻ്റെത്. പയർ നിങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ കണ്ടല്ലോ അല്ലേ, എന്ത് കറക്റ്റ് ആ ഒരു പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ ഒട്ടും വേവാനൊട്ടും ഇല്ല താനും. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ. ഇതിൻ്റെ ആ ഒരു രുചി എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് തന്നെയല്ല നമുക്ക് പിടിക്കാനുള്ള ഒരു പരുവമാകും. ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ശർക്കരയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അഥവാ നിങ്ങൾക്ക് ഇച്ചിരി അയവ് കൂടുതലാണ്, പിടിക്കാൻ പാടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് കറക്റ്റ് പരുവത്തിന് ആയിക്കോളുവേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ആ ഓരോ റെസിപ്പിയും എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അതുപോലെ പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സുഖിയൻ വറുത്തെടുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ സുഖിയന് ഇനിയും ഓരോന്നായിട്ട് നമ്മൾ ഉരുളകളാക്കി വെക്കണമല്ലോ ആദ്യം, പിന്നെ വേണമല്ലോ മുക്കി വറുക്കാനായിട്ട്. അപ്പോൾ ചെറിയൊരു ചൂടിൽ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പം കേട്ടോ. ഈ ഒരളവിൽ ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പ് പയർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വെന്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 10 സുഖിയനാണ് കിട്ടിയത്. ഇത് കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ. ഒട്ടും കൂടേണ്ട ആവശ്യമില്ല. ഇത് തീരെ കുറവുമല്ല, എന്നാൽ കൂടുതലുമല്ല. നല്ല സുഖിയനായിരുന്നു. അപ്പോൾ ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. ഇപ്പം നമ്മുടെ 10 സുഖിയൻ്റെ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മളെ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി വറക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ മാവ് വളരെ ഒരു ലൈറ്റ് കളറിലേ യെല്ലോ കളർ ആയിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ യെല്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയിടാം. ഇപ്പോൾ ചെറിയൊരു തുള്ളി ആ ഒരു മാവ് എടുത്തിട്ട് നമ്മൾ ആ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് മേലോട്ട് പൊങ്ങി വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. എണ്ണ ഓവറായിട്ട് അങ്ങ് ചൂടാകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തെ ആ ഒരു നിറമെല്ലാം നമ്മുടെ സുഖിയൻ്റെ കളറെല്ലാം പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും. പിന്നെ നമ്മൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കുറേ നേരം അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ കിടന്ന് ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മറിച്ചും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾ അത് പെതുക്കെ ഒന്ന് വിടിയിച്ച് നോക്കാവുള്ളൂ. ആ നല്ല ചൂടിൽ ആ എണ്ണ കിടക്കുമ്പം തന്നെ പെതുക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അധികം അങ്ങനെ പൊട്ടാതെ പയറൊന്നും പുറത്ത് വരാതെ തന്നെ അതങ്ങ് നമുക്ക് വേർപെടുത്തി എടുക്കാൻ പറ്റും. ആദ്യത്തെ സുഖിയൻ വറുത്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു കേട്ടോ. അത് മൂന്നും പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ തണുത്ത് കഴിഞ്ഞിട്ടാണ് അത് ഞാൻ പെതുക്കെ അതൊന്ന് പൊട്ടിച്ച് വേർപെടുത്തി മാറ്റിയത്. പക്ഷേ അതിനെക്കാട്ടിൽ കുറേ കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നത് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് സൈഡും ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ആ എണ്ണയ്ക്കകത്ത് വെച്ച് തന്നെ ആ റബ്ബർ സ്പാച്ചുല ആയതുകൊണ്ടും കൂടി ആയിരിക്കും നല്ലതായിട്ട് അതിങ്ങനെ വിട്ട് വന്നു, പയറൊന്നും പുറത്ത് വരാതെ. ഇപ്പം ദേ ആദ്യത്തെ ബാച്ചിലെ ഒരു സുഖിയനൊന്ന് മുറിച്ച് കാണിക്കാമേ. നല്ല ടേസ്റ്റുള്ള സുഖിയനായിരുന്നു കേട്ടോ. ഒരിക്കലും ഓവറായിട്ടുള്ള മധുരമില്ല, ഏലക്കയുടെ വല്ലാത്ത കുത്തലില്ല, കറക്റ്റായിട്ട് പയറൊക്കെ വെന്ത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇതേ അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നാന്തരം സുഖിയന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ശരിയായോ അതൊക്കെ ഒന്ന് അറിയിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്